പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രസംഗത്തിന്റെ അരുളിപ്പാടിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അപ്പസ്തോല പ്രവർത്തനത്തില് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രോസ് ആത്മനിറവ് പ്രാപിച്ച ശേഷം 11 പേരോട് കൂടെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ വലിയ ആത്മീയ അരുളിപ്പാടുകളെ വെളിപ്പെടുന്നത് കാണാൻ കഴിയും. ആത്മീയ അരുളിപ്പാട് ഏറ്റവും വലിയ ബൈബിൾ കോളേജിൽ പഠിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ യേശുവിന്റെ ശിഷ്യന്മാരായിരുന്നു. യേശുവിന്റെ ശിഷ്യന്മാർ പഠിച്ചതുപോലെയുള്ള ഒരു ബൈബിൾ കോളേജിൽ വേറെ ആർക്കും പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ കൂടെ 3.5 വർഷക്കാലം നടക്കുകയും യേശു അവരെ പഠിപ്പിക്കുകയും ജീവിച്ചിരിക്കുമ്പോൾ യേശു പഠിപ്പിച്ചതുപോലെ തന്നെ യേശു മരിച്ച് ഉയർത്ത ശേഷം 40 ദിനരാത്രങ്ങൾ അവർക്ക് പ്രത്യക്ഷനായിക്കൊണ്ട് യേശു പഠിപ്പിച്ചു. ഇതുപോലെ പഠിച്ച വേറെ ആരുമില്ല. അത്രയും വചനത്തിൽ പാണ്ഡിത്യമുള്ളവനായിരുന്നു പത്രോസും കൂട്ടുകാരും. നമ്മൾ വിചാരിക്കും അറിവും വിവരവും വിദ്യാഹീനരായിരിക്കുന്ന അപ്പസ്തോലന്മാരെയാണ്, മീൻ പിടിക്കാൻ മാത്രം അറിയുന്ന അപ്പസ്തോലന്മാരാണെന്നൊക്കെയായിരുന്നു നമ്മൾ പ്രസംഗിക്കുകയും പറയുകയൊക്കെ ചെയ്തത്. യേശുവിനോട് ചേർന്ന് യേശുവിന്റെ ബൈബിൾ കോളേജിൽ പഠിച്ച ആളായിരുന്നു പത്രോസ്, അല്ലെങ്കിൽ അപ്പസ്തോലന്മാര്. അതുകൊണ്ടാണ് ഈ പത്രോസ് അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നത്: ഒരുവൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളിപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെ ഒരുവൻ പ്രസംഗിക്കട്ടെ. പ്രസംഗിക്കുന്ന എങ്ങനെയാണ്? ദൈവം അരുളി ചെയ്തതുപോലെ. പത്രോസിന്റെ പ്രസംഗം അരുളിപ്പാടായിരുന്നു. പത്രോസ് പറഞ്ഞതും അതേപോലെ തന്നെയാണ്. പത്രോസ് തന്റെ ലേഖനം എഴുതുമ്പോൾ 3.5 വർഷക്കാലം കർത്താവിന്റെ കൂടെ നടന്ന അനുഭവവും സ്വന്തം ജീവിതത്തിൽ വെളിപ്പെട്ട ദൈവിക പ്രവൃത്തികളുമാണ് ഈ ലേഖനത്തിൽ പത്രോസ് രേഖപ്പെടുത്തിയത്. എന്നിട്ട് പത്രോസ് പറയുകയാണ്, ഒരുവൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണം ആകട്ടെ. എല്ലാറ്റിനും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. ഇവിടെയാ ദൈവത്തിന്റെ അരുളിപ്പാടുകളെ തിരിച്ചറിയുന്നത്. പൗലോസിന്റെ ജീവിതത്തിലും ദൈവത്തിന്റെ അരുളിപ്പാടോടുകൂടെയാ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ ഇടവന്നത്. പൗലോസ് പറഞ്ഞ വചനം കേട്ടവരുടെ ഹൃദയത്തിന്റെ അകത്ത് ചാട്ടുളി പോലെ തുളച്ചു കയറുവാൻ ദൈവം ഇടയാക്കി. പത്രോസിന്റെ പ്രസംഗം ആദ്യ പ്രസംഗത്തിൽ തന്നെ വചനം കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ വചനം ദൈവത്തിന്റെ അരുളിപ്പാടാണ്. പൗലോസ് ഒരിക്കൽ പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ മനസ്സറിഞ്ഞു, അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വചനം വെറുതെയല്ല നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ക്രിയ ചെയ്യുന്നത്. ഈ വചനം നമ്മുടെ അകത്തേക്ക് ദൈവിക അരുളിപ്പാടോടുകൂടിയാ വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കുന്നത്. ഈ വചനം നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ അകത്തുള്ള ചില ബന്ധനങ്ങൾ, ചില രോഗങ്ങൾ, ചില ഭാരങ്ങൾ, ചില അസ്വസ്ഥതകൾ, ചില ദുഃഖങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചില വിഷയങ്ങളെല്ലാം നമ്മുടെ അകത്തു നിന്ന് പുറത്തേക്ക് പോകും. ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ബന്ധനത്തിന്റെ ആ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു മാറി
സ്വാതന്ത്ര്യം അനുഭവിക്കും. രോഗത്തിൻ്റെതായ ദുശീലങ്ങളുടേതായ ബന്ധനങ്ങളെല്ലാം വിട്ടുമാറിപ്പോകാൻ ദൈവം ഇടയാക്കും. ഇതാ ഈ വചനത്തിന്റെ അരുളിപ്പാടിന്റെ ശക്തി എന്നത്. ഇത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വരുമ്പോൾ ജീവൻ വരും. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണെന്നാണ് യേശു പറഞ്ഞത്. ഈ വചനത്തിന് ജീവനുണ്ട്, ആത്മാവുണ്ട്. ആത്മാവും ജീവനുമുള്ള വചനമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം, അരുളിപ്പാടിന്റെ വചനം എൻ്റെ അകത്ത് ആത്മാവും ജീവനും പകരുവാൻ ഇന്ന് എൻ്റെ കർത്താവ് ഇടയാക്കണം. ഈ വചനം കേൾക്കുന്ന മാത്രമേ എന്റെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തി അനുഭവിക്കാൻ അങ്ങ് ഇടയാക്കണം. യേശുവിന്റെ നാമത്തിൽ ആമേൻ.